അസ്സലാമലൈക്കും. ഞാനിവിടെ നല്ല നാടൻ തേങ്ങ അരച്ച മീൻകറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് മീൻകറിയല്ലേ എല്ലാവരും ഉണ്ടാക്കാറ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പെരിഞ്ജീരകം, ചെറിയ ഉള്ളി ഇട്ടത്, തക്കാളി കട്ട് ചെയ്തത്, പച്ചമുളക് ഒരു 10-12 പീസ്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്. ഞാനിവിടെ എടുത്തത് ആവോലിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ട് കറി വെക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾ. വാളൻപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചത്. അടുത്ത് നമുക്ക് തേങ്ങ നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം എത്ര നമുക്ക് പേസ്റ്റ് ആക്കാൻ പറ്റുമോ അതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഗ്രൈൻഡറിലാണ്. ഗ്രൈൻഡറിൽ ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലത്. അടുത്തത് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ നന്നായി പൊട്ടി വരണം. ഇപ്പോൾ ചെറുതായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ വെച്ച് ഇതേപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴണ്ട് വന്നാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് നന്നായി മിക്സാക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ നല്ലോണം കയ്യിൽ വെച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കാം. തക്കാളി നല്ലോണം എന്നിട്ട് ഒടിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം കയ്യിൽ വെച്ച് നല്ലോണം ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം. ഏകദേശം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കാം. അതിനുശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളീൻ്റെ വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫിഷ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില,
കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നല്ലോണം ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഓൾ.